എറണാകുളം നേര്യമംഗലത്ത് മരം വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അടിമാലി ചീയപ്പാറയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. രാഹുൽ വിജയനാണ് ചേരുന്നത് അടിമാലിയിൽ നിന്ന് വിവരങ്ങളും മൈക്ക്. ഇന്നലെ രാഹുൽ നമ്മൾ കണ്ടതാണ്, ദേശീയപാതയിൽ പലയിടങ്ങളിലായി മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രിയിൽ പുലർച്ചെ വരെ ശക്തമായ കനത്ത മഴയാണ് ഇടുക്കിയിൽ പരക്കെ പെയ്തിരുന്നത്. തൊടുപുഴയിലും മലയോര മേഖലയിലും എല്ലാം ഒരേപോലെ തന്നെ മഴ പെയ്തിരുന്നു. മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. നേര്യമംഗലം റാണിക്കലിന് സമീപമാണ് റോഡരികിൽ നിന്നിരുന്ന മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അത് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി ഫയർഫോഴ്സ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ റാണിക്കല്ല് കടന്ന് ചീയപ്പാറ എത്തുമ്പോഴേക്കും അവിടെ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ആ മണ്ണ് മാറ്റാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഈ മരം കടപുഴകി വീഴുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഈ വനത്തിനുള്ളിൽ വീതി കൂട്ടാൻ വേണ്ടി മണ്ണെടുത്തു മാറ്റിയിരുന്നു. പക്ഷേ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി ആ ഘട്ടത്തിൽ കിട്ടാത്തത് കൊണ്ട് മരങ്ങളുടെ ചോട് മാന്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീഷണി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. ആ മരമാണ് ഇപ്പോൾ കടപുഴകി വീഴുകയും ചെയ്തിരിക്കുന്നത്. വീണ്ടും അത്തരത്തിൽ വീഴാൻ നിരവധി മരങ്ങൾ ആ റോഡിലുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. അതുകൊണ്ട് ആ വഴി യാത്ര ചെയ്യുന്നവർ ജാഗ്രതയോടുകൂടി മാത്രം പോവുക. അനാവശ്യ യാത്രകളാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കാനുണ്ട്. എന്തായാലും പരക്കെ മഴ പെയ്യുന്നു. 2 ഡാമുകളുടെ ഷട്ടറുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. അത് ആശങ്കപ്പെടുത്തുന്ന അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നൊന്നുമില്ല. പക്ഷേ ഇടതടവില്ലാതെ ഇങ്ങനെ മഴ പെയ്യുന്നത് അത് നേരിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അതുകൊണ്ട് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലെ മഴ സാഹചര്യം വിലയിരുത്താൻ ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു യോഗവും ഇടുക്കി കളക്ടറേറ്റിൽ ചേരുന്നുണ്ട്. എന്തായാലും എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിനനുസരിച്ചുള്ള മഴയും ഇവിടെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മിത.